ദ ജേർണലിസ്റ്റിലേക്ക് ഇറാനിൽ ഇനി ആരു ഭരിക്കണമെന്ന് താൻ തീരുമാനിക്കുമെന്നായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ വീമ്പ് പറച്ചിൽ. ആ വീമ്പ് പറച്ചിൽ മൂർധന്യത്തിലെത്തിയപ്പോൾ 24 മണിക്കൂറിനകം കീഴടങ്ങിയില്ലെങ്കിൽ ഇറാനെ കയറി തീർക്കുമെന്ന് കഴിഞ്ഞ 48 മണിക്കൂർ മുമ്പ് ട്രൂത്ത് സോഷ്യലിലെ ഒരു പോസ്റ്റിലൂടെ ട്രംപ് വെല്ലുവിളിക്കുകയും ചെയ്തു. അതിന് തൊട്ടു പിന്നാലെ ആയത്തുള്ള അലി ഖാംനെയിയുടെ മകൻ മുജ്തബ ഖാംനെയിയെ ഇറാൻ്റെ പരമോന്നത നേതാവായി അംഗീകരിച്ചുകൊണ്ടാണ് ഇറാൻ ചുട്ട മറുപടി അമേരിക്കയ്ക്ക് നൽകിയത്. അതായത് ഇറാൻ്റെ നയം നിലപാട് സുവ്യക്തമാണ്, ക്രിസ്റ്റൽ ക്ലിയറാണ്. ഒരു തരത്തിലും തങ്ങൾ കീഴടങ്ങുകയില്ല. ഒരു തരത്തിലും ഈ പോരാട്ടവും പ്രതിരോധവും യുദ്ധവും അവസാനിപ്പിക്കുകയുമില്ല. തുടങ്ങിയവർ ഇനി അത് നിർത്തണമെന്ന് വിചാരിച്ചാലും തങ്ങൾ തീരുമാനിക്കാതെ ഈ യുദ്ധം അവസാനിക്കില്ല. ഇതുതന്നെയാണ് ആയത്തുള്ള അലി ഖാംനെയിയും അവസാനമായി പറഞ്ഞത്. യുദ്ധം തുടങ്ങുന്നത് ഒരു പക്ഷെ നിങ്ങളായിരിക്കാം, പക്ഷേ അതെപ്പോൾ എങ്ങനെ അവസാനിക്കണമെന്ന് തീരുമാനിക്കുന്നത് തങ്ങളായിരിക്കുമെന്ന്. ഇപ്പോൾ ഇറാൻ്റെ കയ്യിലേക്കാണ് യുദ്ധത്തിൻ്റെ നിയന്ത്രണം എത്തിയിരിക്കുന്നത്. ഇറാൻ തീരുമാനിക്കുന്നതെല്ലാം പ്രവർത്തിച്ചുകൊണ്ട് മുന്നേറുകയെന്ന വാക്ക് യുദ്ധത്തെ പ്രോത്സാഹിപ്പിക്കുന്നതല്ല, മറിച്ച് ഇറാൻ പറയുന്ന ഭാഷ കടമെടുത്ത് പറഞ്ഞതാണ്. അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങൾ, അവരുടെ താഡ് അടക്കമുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, ഇസ്രായേലിലെ ടെല്ലവീവ് പോലുള്ള നഗരങ്ങൾ തുടങ്ങിയവയൊക്കെ തച്ചുടച്ചുകൊണ്ട് ഇറാൻ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു. ഇറാനെ തീർക്കും, ഇറാൻ്റെ ആക്രമണങ്ങൾ അവസാനിപ്പിക്കുമെന്ന് വെല്ലുവിളിച്ചിട്ട് 10 ദിവസമായിട്ടും അമേരിക്കയ്ക്ക് ഇതുവരെ അതിന് സാധിച്ചിട്ടില്ല. മുജ്തബ ഖമേനി അധികാരത്തിൽ വന്നപ്പോൾ അമേരിക്കയ്ക്ക് അക്ഷരാർത്ഥത്തിൽ തിരിച്ചടികൾ വർദ്ധിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. കാരണം ഇസ്രായേലിലേക്ക് കനത്ത ആക്രമണങ്ങൾ നടന്നതിൻ്റെ നിർണായകമായ ചില വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ദേശീയ മാധ്യമമായ ടൈംസ് ഓഫ് ഇന്ത്യ പുറത്തുവിട്ട ആ വാർത്തയുടെ സ്ക്രീൻഷോട്ടുകൾ പ്രേക്ഷകർ ഒന്ന് നോക്കുക. അതിൽ ആദ്യത്തെ വാർത്തയിൽ പറയുന്നത്, ടെല്ലവീവ് ഓൺ ഫയർ ആസ് ഇറാൻ ഡ്രോപ്സ് ക്ലസ്റ്റർ ബോംബ്സ്, ഇസ്രായേൽ ഫെയിൽസ് ടു ബ്ലോക്ക് ബ്ലിറ്റ്സ്, 15+ ബ്ലാസ്റ്റ് റിപ്പോർട്ടഡ് എന്നാണ് പറയുന്നത്. ഇന്ന് രാവിലെ വന്ന വാർത്തയാണ്. അതായത് ഖാംനെയിയുടെ മകൻ മുജ്തബ അധികാരത്തിലേറിയതിന് പിന്നാലെ ആദ്യം തന്നെ ചെയ്ത കാര്യം ഇസ്രായേലിലേക്ക് തുരുതുരാ മിസൈലുകൾ അയക്കുകയും 15ലധികം വലിയ സ്ഫോടനങ്ങൾ ഇസ്രായേലിനുള്ളിൽ നടത്തുകയുമാണ് എന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഈ റിപ്പോർട്ട് അനുസരിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് അടുത്ത ഭരണാധികാരി അധികാരത്തിൽ വരുമ്പോൾ അദ്ദേഹവുമായി ഒരു ചർച്ച നടത്തുമെന്നൊക്കെ ഇടയിൽ ചില അമേരിക്കൻ മാധ്യമങ്ങൾ ട്രംപിൻ്റെ നയതന്ത്ര നീക്കമെന്ന നിലയിലൊക്കെ ഇടയ്ക്ക് പറഞ്ഞിരുന്നു. പക്ഷേ ഇറാൻ്റെ 7 അയലത്തേക്ക് അടുക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കുന്ന വിധത്തിൽ ഇറാനെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ വളരെ എളുപ്പത്തിൽ തച്ചുടയ്ക്കാൻ കഴിയില്ല എന്ന് വ്യക്തമാക്കി തരുന്ന വിധത്തിലുള്ള ഒരു ക്രിസ്റ്റൽ ക്ലിയറായ നീക്കമാണ് ഇപ്പോൾ ഇറാൻ്റെ പുതിയ പരമോന്നത നേതാവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ആ വാർത്തയുടെ വിശദാംശങ്ങൾ നോക്കുക. അറ്റ്ലീസ്റ്റ് 15 എക്സ്പ്ലോഷൻസ് വെയർ റിപ്പോർട്ടഡ് അക്രോസ് ടെൽ അവീവ് ആഫ്റ്റർ ഇറാനിയൻ ബാലിസ്റ്റിക് മിസൈൽസ് ക്യാരിയിങ് ക്ലസ്റ്റർ വാർഹെഡ്സ് targeted Israeli locations. Iran's Islamic Revolutionary Guard Corps said that the attack involved Goram Sheher, Fatah and Khyber missiles, along with strategic drones aimed at military targets linked to Israel and US forces. Air raid sirens sounded across Tel Aviv, Haifa and several central regions as defense systems attempted interceptions. Missile fragments reportedly struck a residential building, leaving heavy damage and injuries. Rescue teams searched through debris while residents rushed to shelters as the Iran-Israel conflict കണ്ടിന്യൂസ് ടു ഇൻറ്റൻസിറ്റി എന്നാണ് പറയുന്നത്. അതായത് ഇസ്രായേൽ ആക്രമണങ്ങൾ കടുപ്പിക്കുകയാണ് ഇറാൻ എന്ന് ഇറാൻ അവകാശപ്പെടുന്നു. അതോടൊപ്പം ഹൈഫയും ടെല്ലവീവും അടങ്ങുന്ന സെൻട്രൽ റീജിയനിൽ ഭരണസിരാ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ വലിയ ആക്രമണങ്ങൾ ഉണ്ടാകുന്നത്. നോക്കുക, ഏതാണ്ട് 3000 കിലോമീറ്ററിനടുത്ത് എയർ ഡിസ്റ്റൻസ് ഉള്ള ഈ ഇസ്രായേലിലെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളിലേക്ക് വലിയ ആക്രമണങ്ങൾ ഫത്ത, ഖൊറം ഷെഹർ, ഖൈബർ തുടങ്ങിയ മിസൈലുകളുടെ ഉപയോഗത്തിലൂടെ നടത്താൻ വേണ്ടിയിട്ട് ഇറാന് സാധിച്ചു എന്നാണ് അവർ അവകാശപ്പെടുന്നത്. ഇനി മറ്റൊരു ഞെട്ടിക്കുന്ന വാർത്ത കൂടി ടൈംസ് ഓഫ് ഇന്ത്യ ഇന്ന് പുറത്തുവിട്ടിട്ടുണ്ട്. ആ വാർത്തയുടെ തലക്കെട്ട് ഇങ്ങനെയാണ്: ബിബീസ് ബങ്കർ ബ്ലോൺ അപ്പ്, ഇറാനിയൻ മിസൈൽ ഹിറ്റ്സ് ഇസ്രായേലി ലീഡേഴ്സ് അണ്ടർഗ്രൗണ്ട് ഷെൽട്ടർ ഇൻ ടെൽ അവീവ്. അതായത് നേരത്തെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഓഫീസിന് നേരെ ഒരു ആക്രമണം ഉണ്ടായതായി വാർത്തകളുണ്ടായിരുന്നു. ഇപ്പോൾ ബിബി എന്ന് പറയുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നെതന്യാഹുവിനെ സ്നേഹത്തോടെ വിളിക്കുന്ന പേരാണ്. അപ്പോൾ ബിബീസ് ബങ്കർ ബ്ലോൺ അപ്പ്,
അതായത് നെതന്യാഹു സുരക്ഷിതനായി കഴിയാനുള്ള ബങ്കറും തകർത്തിരിക്കുന്നു, പൊട്ടിച്ചിതറിച്ചിരിക്കുന്നു ഇറാൻ്റെ മിസൈലുകൾ എന്നാണ് ഈ വാർത്തയിൽ പറയുന്നത്. ഇനി ടൈംസ് ഓഫ് ഇന്ത്യയുടെ വാർത്തയുടെ വിശദാംശങ്ങൾ നോക്കാം. Massive destruction has been reported in Tel Aviv after a powerful Iranian missile allegedly struck on the city's most secretive underground shelters believed to be used by Israeli leaders during wartime. യുദ്ധസമയത്ത് ഇസ്രായേലിൻ്റെ ഉന്നതരെല്ലാം ആക്രമണം ഭയന്ന് പോയി ഒളിച്ചിരിക്കുന്ന ഷെൽട്ടറുകൾ, ബങ്കറുകൾക്ക് സമാനമായ അതിനേക്കാൾ കുറച്ചുകൂടി സൗകര്യങ്ങളുള്ള ഷെൽട്ടറുകളിലാണ് ഇപ്പോൾ ഈ ആക്രമണം നടന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമുക്കറിയാം, ഭൂഗർഭ അറകൾ, ഇതുപോലുള്ള ഷെൽട്ടറുകൾ തകർക്കുന്ന ക്ലസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ച് അവിടെ ഒരു ആക്രമണം നടന്നതിൽ 9 പേർ ജെറുസലേമിനടുത്ത് ഒറ്റയടിക്ക് കൊല്ലപ്പെട്ടിരുന്നു. അപ്പോൾ ഇസ്രായേലിൽ ആക്രമണം കടുപ്പിക്കുന്ന വിധത്തിൽ ക്ലസ്റ്റർ ബോംബുകളുടെ നിരന്തരമായ ഉപയോഗമാണ് ഇറാനിലെ പുതിയ പരമോന്നത നേതാവ് അധികാരത്തിലേറിയതിന് പിന്നാലെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരു വശത്ത് ഇറാൻ്റെ സൈനിക കേന്ദ്രങ്ങൾ തകർത്തു, മിസൈൽ ലോഞ്ച് പാഡുകൾ തകർത്തു, ഇറാൻ്റെ സൈനിക ശേഷി 90% അവസാനിച്ചു, ഇറാന് മുന്നിൽ ഇനി കീഴടങ്ങലല്ലാതെ മറ്റൊരു വഴിയുമില്ല എന്നൊക്കെ ട്രംപും നെതന്യാഹുവും പല രൂപത്തിൽ ഭാവത്തിൽ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത്രയും കടുത്ത രീതിയിലുള്ള ഒരു അറ്റാക്ക് ഇസ്രായേലിന് നേരെ തുടർച്ചയായി ഉണ്ടാകുന്നത്. ആദ്യത്തെ ആക്രമണത്തിൽ 15 ക്ലസ്റ്റർ ബോംബുകൾ, അതായത് ഒരു ക്ലസ്റ്റർ ബോംബ് എന്ന് പറഞ്ഞാൽ തന്നെ 10ഓ 20ഓ ആയിട്ട് ചിതറിത്തെറിക്കുന്നതായിരിക്കും. അപ്പോൾ 15ഓളം ക്ലസ്റ്റർ ബോംബുകൾ എത്തി, അല്ലെങ്കിൽ അത്രയും വലിയ സ്ഫോടനങ്ങൾ നടന്നു എന്ന് പറയുമ്പോൾ നിരവധി മിസൈലുകൾ ഇവിടെ വീണിട്ടുണ്ട് എന്ന് തന്നെ അനുമാനിക്കേണ്ടി വരും. അതിനുശേഷമാണ് ആ വാർത്ത രാവിലെ വന്നതാണെങ്കിൽ അടുത്ത വാർത്ത, അതായത് നെതന്യാഹുവിൻ്റെ ബങ്കർ തകർത്തു, അല്ലെങ്കിൽ ഉന്നതരുടെ ബങ്കറുകൾ തകർത്തു എന്ന് പറയുന്ന വാർത്ത വന്നിരിക്കുന്നത് ഏതാണ്ട് ഉച്ചയ്ക്ക് ശേഷമാണ്. അതും ടൈംസ് ഓഫ് ഇന്ത്യ എന്ന ദേശീയ മാധ്യമം തന്നെയാണ് പുറത്തുവിട്ടിരിക്കുന്നത്. നോക്കുക, ദ ഇമ്പാക്ട് ട്രിഗേർഡ് എ ഹ്യൂജ് ഫയർ, ഒരു വലിയ തീപിടുത്തം ഈ സ്ഫോടനത്തിൻ്റെ ഭാഗമായി അവിടെ ഉണ്ടായി. Burning vehicles and scattering debris across nearby streets, and firefighters rushed to contain the flame. The facility is part of Israel's civil defense network protected by systems like the Iron Dome. അതായത് അയൺ ഡോമിനെ പോലെയുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തന്നെയാണ് ഈ പറയുന്ന ഷെൽട്ടർ ഹോമുകളും. അതും ഉന്നതരായ ഉദ്യോഗസ്ഥരെയൊക്കെ ഒളിവിൽ കഴിയുന്നതിന് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള ഏറ്റവും സീക്രട്ടായിട്ടുള്ള പ്രദേശമാണ്. അവിടെ പോലും കണ്ടെത്തി ഇറാൻ ആക്രമിക്കുന്നുവെന്ന് പറയുമ്പോൾ റഷ്യയുടെ ഇൻവോൾവ്മെൻറ്റ് സ്വാഭാവികമായിട്ടും അതിൽ ഉണ്ട് എന്ന് സംശയിക്കാം. കാരണം റഷ്യ ഉപഗ്രഹ ചിത്രങ്ങളടക്കം ടെക്നിക്കൽ സപ്പോർട്ട് അടക്കം നിരവധി തരത്തിലുള്ള സഹായങ്ങൾ ഇറാന് നൽകുന്നുണ്ട് എന്ന് പല സൂചനകളും വാർത്തകളും പുറത്തു വന്നിരുന്നു. അപ്പോൾ ഇപ്പോഴത്തെ ആക്രമണങ്ങളിൽ കുറെ കൂടി കൃത്യതയും വ്യക്തതയും ഇറാന് വന്നിട്ടുണ്ട്. ഇറാൻ കൂടുതൽ ആധുനികമായ ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതും കാണാം. അപ്പോൾ അമേരിക്കയ്ക്കും ഇസ്രായേലിനും അറിയാത്ത, അവർക്ക് സ്കെച്ച് ചെയ്യാൻ കഴിയാത്ത ഒരുപാട് മിസൈൽ ശേഖരങ്ങളും മിസൈൽ നഗരങ്ങളും പാറയിടുക്കുകളിലെ മിസൈൽ ലോഞ്ചറുകളും ഒക്കെ അടങ്ങുന്ന ഒരു വലിയ ശ്രേണി, വലിയ സന്നാഹം അത് ഇറാൻ ഉണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അല്ല എങ്കിൽ ഇറാൻ ഇത്രയും ആക്രമണങ്ങൾ നടത്തില്ല. ഇസ്രായേലും അമേരിക്കയും പറയുന്നത് ശരിയാണെങ്കിൽ, സത്യമാണെങ്കിൽ ഇറാൻ ഇപ്പോൾ കാല് പിടിക്കേണ്ട സമയമായി. മുഴുവൻ ആയുധങ്ങളും പോയി, അവർക്ക് മിസൈലുകൾ ലോഞ്ച് ചെയ്യാനുള്ള ലോഞ്ച് പാഡുകൾ പോലും ഇല്ല എന്നാണ് അമേരിക്ക പറഞ്ഞത്. അങ്ങനെയെങ്കിൽ ഇറാൻ നേരത്തെ യുദ്ധം നിർത്തേണ്ട സമയമായി, അല്ലെങ്കിൽ ഇറാൻ ഇങ്ങനെ ആക്രമണങ്ങൾ നടത്താതെ മിണ്ടാതിരിക്കേണ്ട സമയമായി. പക്ഷേ അപ്പോൾ ഇവർ ആക്രമണങ്ങൾ തുടരുന്നു. അതിൻ്റെ അർത്ഥം ഇറാൻ്റെ പക്കൽ ആരുമറിയാത്ത ഒരുപാട് സന്നാഹങ്ങളുണ്ട്. 6 മാസക്കാലം യുദ്ധം ചെയ്യാനുള്ളതെല്ലാം ഞങ്ങളുടെ പക്കലുണ്ട് എന്നാണ് ഇറാൻ നേരത്തെ പറഞ്ഞത്. ഇനി അതിനുശേഷം ടൈംസ് ഓഫ് ഇന്ത്യ പുറത്തുവിട്ട 3ാമത്തെ വാർത്ത നോക്കുക. അതിൽ കുറേയധികം ദൃശ്യങ്ങളുണ്ട്. ആ ദൃശ്യങ്ങൾ അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങൾക്ക് കനത്ത നാശനഷ്ടം ഉണ്ടാക്കിയെന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങളാണ്. അതിൻ്റെ ഭാഗമായി പുറത്തുവിട്ടിട്ടുള്ള ദൃശ്യങ്ങളാണ്. ആ വാർത്ത ഞാൻ വായിക്കാം. ഇറാൻ പൗണ്ട്സ് അമേരിക്കാസ് ബിഗസ്റ്റ് മിലിറ്ററി ഫെസിലിറ്റി ഇൻ ഗൾഫ്. എക്സ്പ്ലോഷൻ റോക്ക് അൽ ഉദൈദ് എയർബേസ് ഇൻ ഖത്തർ. ഖത്തറിലെ അമേരിക്കയുടെ ഏറ്റവും വലിയ എയർബേസ് ആയിട്ടുള്ള അൽ ഉദൈദിലേക്ക് വലിയൊരു ആക്രമണം നടന്നിട്ടുണ്ട് എന്നാണ് ഇതിൽ പറയുന്നത്. Tension in the Gulf are escalating after reports of explosions at Al Udeid Air Base, the largest United States military installation in the Middle East. Unverified reports suggest loud blasts and sirens were heard at the base in Doha, raising fears of a fresh Iranian strike. Early alerts indicate the base may have been directly targeted with possible impacts reported in the area.
അതായത് ആ മേഖലയിലേക്ക് ഒരു ആക്രമണം നടന്നിട്ടുണ്ട് എന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട്. ആളുകൾ വലിയ ശബ്ദം കേൾക്കുന്നു, സ്ഫോടനം കാണുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടൊരു ആക്രമണം അവിടെ നടന്നിട്ടുണ്ട് എന്ന് പറയാമെന്നാണ് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഗൾഫ് രാജ്യങ്ങളിലെ പല അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളിലേക്കും ആക്രമണം നടക്കുന്നു, അവിടുത്തെ പ്രതിരോധ സംവിധാനങ്ങൾ തച്ചു തകർക്കുന്നു. അങ്ങനെ ഇറാനിൽ പുതിയ ഭരണാധികാരി വന്നതിന് ശേഷം വീണ്ടും 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 ആക്രമണങ്ങൾ കടുപ്പിക്കുകയാണ് ഇറാൻ എന്ന് തന്നെ വേണം കരുതാൻ. അതായത് പുതിയ ഭരണാധികാരി പഴയ ഭരണാധികാരിയേക്കാൾ കുറെ കൂടി കടുത്ത ആക്രമണങ്ങൾ നടത്തുന്നയാളാണ്. ഒരു തരത്തിലും അതിനു മുന്നിൽ പിടിച്ചു നിൽക്കാൻ അമേരിക്കയ്ക്കോ ഇസ്രായേലിനോ കഴിയുന്നില്ല, അല്ലെങ്കിൽ ഇറാനെ പിടിച്ചു കെട്ടാൻ അവർക്ക് കഴിയുകയില്ല എന്നുള്ളതാണ് ഇപ്പോൾ അവർ തിരിച്ചറിയേണ്ട കാര്യമെന്നാണ് ഈ അന്താരാഷ്ട്ര റിപ്പോർട്ടുകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത്. അതായത് ബങ്കറുകളിൽ നെതന്യാഹുവിൻ്റെ ബങ്കർ പോലും തകർക്കുന്ന വിധത്തിൽ ടൈംസ് ഓഫ് ഇന്ത്യയുടെ വാർത്ത കോട്ട് ചെയ്ത് പറയുകയാണ്, ആ രീതിയിലുള്ള ശക്തമായ ആക്രമണങ്ങൾ നടക്കുകയാണ്. അതിനിടയിൽ അമേരിക്കയുടെ ഒരു രഹസ്യാന്വേഷണ റിപ്പോർട്ടും മാധ്യമങ്ങൾ ചർച്ചയാക്കിയിട്ടുണ്ട്. ഈ യുദ്ധത്തിൽ ഇറാൻ്റെ ഭരണകൂടത്തെ മാറ്റി ഇറാനെ പിടിച്ചെടുക്കുന്ന വിധത്തിലുള്ള ഒരു വിജയം ട്രംപിനുണ്ടാകില്ല, ട്രംപിൻ്റെ സ്വപ്നങ്ങൾ നടക്കില്ല എന്നാണ് ആ റിപ്പോർട്ടിൽ പറയുന്നത്. നേരത്തെ തന്നെ അമേരിക്കയുടെ സംയുക്ത സൈനിക മേധാവി ഇത്തരത്തിൽ യുദ്ധവുമായി മുന്നോട്ട് പോയാൽ പരാജയമാകുമെന്ന് പറഞ്ഞിരുന്നതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു. എന്തായാലും അമേരിക്കയ്ക്കും ഇസ്രായേലിനും വലിയ തിരിച്ചടി കൊടുക്കുന്ന ഇറാനെയാണ് 10ാം ദിനത്തോടെ കാണുന്നത്. പുതിയ ഭരണാധികാരി ഇറാനിൽ വന്നതിന് ശേഷം അതിനാക്കം കൂട്ടുന്ന ആക്രമണങ്ങൾ തുടരുകയുമാണ്.